ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒന്നിച്ച് പിന്നെയും കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തിനായ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കേൾക്കുകയായിരുന്നു. എന്തായിരുന്നു കേട്ടതെന്ന് ഓർമ്മയുണ്ട്? പോട്ടെ, കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താ കേട്ടതെന്ന് ഓർമ്മയുണ്ട്? ഇന്നലെ രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ തന്നെ ഓർമ്മയില്ല, പിന്നാണ് വെള്ളിയാഴ്ചയുടെ കാര്യമില്ലേ. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബബ്ലി. പക്ഷേ ഒരു കാര്യം നമ്മുടെ കാര്യമാണ്, ഓരോ ദിവസവും നമുക്ക് ആവശ്യമുള്ള വചനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ മെമ്മറി അത്രയൊന്നും ഗ്രേറ്റ് അല്ലെങ്കിലും സാരമില്ല. പക്ഷേ ഈ ദിവസത്തേക്ക് ആവശ്യമുള്ള വചനങ്ങൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 40. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. And with many other words he testified and exhorted them, saying, be saved from this perverse generation. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു തീയിൽ നിന്ന്, ഒരു തീ പിടിച്ച ഒരു വീട്ടിൽ നിന്നും നമുക്കാരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അതിൽ നിന്നും വലിച്ചെടുക്കുന്ന, ധൃതിയോടുകൂടി വലിച്ചെടുക്കുന്ന ഒരു അപ്പോസ്റ്റലിനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, മറ്റ് പല വാക്കുകളാൽ അപ്പോസ്റ്റലിന് അവരോടൊക്കെ സംസാരിക്കാൻ അപ്പോസ്റ്റലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ അന്ന് ആ ജനത്തോട്, അന്ന് കൂടി വന്ന ജനത്തോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ആ സുവിശേഷപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് ഉപദേശിച്ചു കൊടുത്ത വാക്കുകളും അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്ന ആൻഡ് വിത്ത് മെനി അതർ വേർഡ്സ്, മറ്റ് അനേക വാക്കുകളാൽ അവരോട് സംസാരിച്ചുകൊണ്ടു. ദേ ടെസ്റ്റിഫൈഡ്, സാക്ഷ്യം പറഞ്ഞു. അതോടുകൂടി അവരെ എക്സോർട്ട് ചെയ്തു, അവരെ ഉത്സാഹിപ്പിച്ചു. ആൻഡ് സെയിങ്, ബി സേവ്ഡ് ഫ്രം ദിസ് പെർവേഴ്സ് ജനറേഷൻ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്കതറിയാം, ഇതൊരു രക്ഷിക്കപ്പെടാത്ത ഒരാൾക്കുള്ള മെസ്സേജാണ് അല്ലേ. കാരണം രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വി ആർ സേഫ് എന്നുള്ള ഒരു മെസ്സേജാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും പ്രോബബ്ലി അറൗണ്ട് AD 1st century ആ ഒരു കാലഘട്ടത്തിൽ, ഏകദേശം ഒരു 30-40 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ഈ ഭാഗം എഴുതിയത്. ആ സമയവും ഇന്നത്തെ കാലഘട്ടം കൂടെ നോക്കിയാൽ ഏതായിരിക്കും ഏറ്റവും മ്ലേച്ഛത നിറഞ്ഞത്? ഏതായിരിക്കും? ഇന്നത്തേതായിരിക്കും, അന്നത്തേതായിരിക്കും? ഇന്നത്തേതായിരിക്കും, സംശയമൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ, അന്നത്തെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മ്ലേച്ഛത ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ്. വക്രത എപ്പോഴായിരിക്കും കൂടുതൽ? ഇപ്പോഴാണോ അപ്പോഴാണോ? ഇപ്പോഴാണോ അപ്പോഴാണോ? ഇപ്പം തന്നെ അതും ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വക്രത എന്നാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലൻ എന്തുകൊണ്ട് ആ വാക്യോടെ പറഞ്ഞു? വക്രതയുള്ള തലമുറയിൽ നിന്നും, ആ തലമുറയെക്കുറിച്ച് അപ്പോസ്തലൻ പ്രസംഗിച്ച എന്താണ്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ. അന്നത്തെ ന്യൂസ് പേപ്പർ ഒരു പക്ഷേങ്കിൽ വളരെ ക്ലിയറായ ന്യൂസ് പേപ്പർ ആയിരുന്നെങ്കിൽ എന്തിന് ഈ പ്രസംഗം അന്ന് പ്രസംഗിച്ചു? എന്ത് മനസ്സിലായി? എല്ലാം പിടികിട്ടിയോ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 17. അതിന് യേശു, അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പം അന്നത്തെ തലമുറയെക്കുറിച്ച് കർത്താവിന് പറയാനുള്ള വാക്യം എന്തായിരുന്നു? അവിശ്വാസവും കോട്ടവുമുള്ള. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഓ ഫെയ്ത്ത്ലെസ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ. ഓ ഫെയ്ത്ത്ലെസ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ. അന്നത്തെ തലമുറ എന്തായിരുന്നു? അന്നത്തെ കുഴപ്പം എന്തിനു വേണ്ടിയായിരുന്നു കർത്താവ്? എന്തായിരുന്നു സാഹചര്യം? ഈ ഏത് സാഹചര്യത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആ ജനത്തെ നോക്കി പറഞ്ഞത്? അവർ കള്ളു കുടിച്ചു വന്നപ്പോഴായിരുന്നോ, അതോ വ്യഭിചാരത്തിൽ പിടിച്ചപ്പോഴായിരുന്നോ, അതോ മോഷ്ടിച്ചു വന്നപ്പോഴായിരുന്നോ? ഏതിനകത്തായിരുന്നു? അല്ല, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഏത് പാപം ചെയ്തതിന് ശേഷമായിരുന്നു?
ഏത് പാപം ചെയ്തിട്ടായിരുന്നു? അല്ല, കള്ളു കുടിച്ചതിന് വന്നിട്ട് അന്ന് വ്യഭിചാരമായിരുന്നു, മോഷണമായിരുന്നു, ഏതായിരുന്നു? മൂന്നും അല്ല. വായിച്ചാട്ടെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14 and 15 and 16. വേഗം വായിച്ചേ. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ. യെസ്, വായിച്ചാട്ടെ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടയമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ 3 കാര്യം പറഞ്ഞായിരുന്നു, ഈ 3 അല്ല അതല്ലേ. എന്തായിരുന്നു പ്രശ്നം ഇവിടെ? കർത്താവായ യേശു ക്രിസ്തുവിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഈ വക്രതയും കോട്ടവും എന്നുള്ള തലമുറ എന്നുള്ള വേർഡ് കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരാളെ കൊല്ലുന്നതും വ്യഭിചാരവും മോഷണവും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ചിന്ത ആ ഒരു ലെവലിലല്ല, അതിനും അപ്പുറത്താണ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ദൈവം ചിന്തിക്കുന്നത്? ഞാൻ ഇത്രമാത്രം മനോഹരമായി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഈ ജനത്തിന് എന്നെ വിശ്വാസമില്ല അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഒരപ്പൻ ഒത്തിരിയും വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നു. മക്കളിങ്ങോട്ട് വളർത്തിക്കൊണ്ട് വന്നൊരു പ്രായമൊക്കെ ആകുമ്പോൾ മക്കൾ തിരിഞ്ഞ് ചോദിക്കുക എന്നാ ചെയ്തതെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പനൊരു വിഷമമുണ്ട്. അപ്പനായിരിക്കുന്നവർക്കൊക്കെ അറിയാം അല്ലേ, എന്താ ഒരു വിഷമം, എന്താ ഇത്രയും കാലം ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്നാ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമമില്ലേ? അതേപോലെ ഈ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വിഷമത്തിൽ നിന്നാണ് ആ ചോദ്യം പറയുന്ന എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്ലെസ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഈ പാപസംബന്ധമായ കാര്യങ്ങളുടെ പിന്നിലാണെങ്കിലും കർത്താവ് ചിന്തിക്കുന്നത് അതിനെക്കാട്ടിലും അപ്പുറത്താണ്. അതൊക്കെ ഒരു വിഷയമാണ്, പക്ഷേ ആ ഒരു വിഷയത്തെക്കാട്ടിലും അപ്പുറത്തായിട്ട് കർത്താവ് ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ ജനം എൻ്റെ വചനം വിശ്വസിക്കുന്നില്ലല്ലോ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു കൺസേൺ ആണ് അവിടെ പറയുന്നത്. അപ്പം കാരണം അവനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്കെല്ലാം സൊല്യൂഷനായി. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന 2 വാക്കുണ്ടായിരുന്നു. ഒന്നുകിൽ ഈശ്വര വിശ്വാസി, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അവിശ്വാസിയോ? നിരീശ്വരവാദി. ഈ 2 വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 3ാമതൊരു കൂട്ടരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരാണ് അഗ്നോസ്റ്റിക്. അതിൻ്റെ മലയാള വാക്കെന്താണെന്നറിയോ? അജ്ഞേയവാസികൾ. ഓക്കെ, അല്ലെങ്കിൽ അജ്ഞതയുള്ളവർ. എന്താണ് അവർ പ്രത്യേകിച്ച് പറയുന്നത്? പ്രത്യേകിച്ചും നമ്മൾ ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അവർ കൂടി വരിക. അവർ പറയുന്നത് ഇതാണ്: ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. എന്തായാലും സയൻസ് കൊണ്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഉണ്ടായിരിക്കാം. ചിലർ പറയുന്നത് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ് ഫോർ മീ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ചർച്ചിൽ വന്നാലെന്ത്, വന്നില്ലേലെന്ത്, ഈ ദൈവം ആയാലെന്ത്, ആ ദൈവം ആയാലെന്ത്. അപ്പം ഈ ഒരു കൂട്ടം അവർ ദൈവം ഇല്ല, നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് പറയുന്നു. ഇവർ പറയുന്നത് ദൈവം ഇല്ല എന്നൊന്നും അവർ പറയുന്നില്ല. അങ്ങനത്തെ കാര്യമാണ്. ദൈവം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, വട്ട് എവർ ഇറ്റ് ഈസ്, വി ഡോണ്ട് കെയർ. അങ്ങനെ ഒരു കൂട്ടം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അഗ്നോസ്റ്റിക്സ്. ഇപ്പം നമ്മൾ നേരത്തെ അത്രയും അവർ പോപ്പുലർ ആയിരുന്നില്ല. പക്ഷേ പലരോടും നമ്മൾ പണ്ട് വിശ്വാസികളായിരുന്ന പലരോടും നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നൗ വി ആർ അഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല എന്നുള്ള നിലയിലാണ്. അപ്പോഴാണ് ആ കൂട്ടത്തിലാണ് ദൈവമുണ്ട് എന്ന് പറഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കണം. ആ കൂട്ടത്തിലാണ് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ വഴിയെന്ന്. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം എന്താ, നിങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും, കാരണം എപ്പോഴും അത് പറയുമ്പോൾ എല്ലാവർക്കും പ്രയാസമായിരിക്കും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, എന്നെപ്പോലെ നിങ്ങൾക്ക് വേണ്ടി മരിച്ച വേറൊരു ദൈവമുണ്ടോ? എന്നെപ്പോലെ നിങ്ങൾക്ക് വേണ്ടി വന്ന് മരിച്ച വേറെ ദൈവമുണ്ടോ? നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നു. നേർച്ച കഴിക്കുന്നു, ആരാധന കഴിക്കുന്നു, നിവേദനങ്ങൾ അർപ്പിക്കുന്നു, യാഗം കഴിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ആർക്ക് വേണ്ടി? നിങ്ങൾ ദൈവത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? ദൈവം നിങ്ങളെ നല്ലതായിട്ട് നോക്കാൻ. പക്ഷേ
ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നെത്താനെ ഇറങ്ങി വന്ന് യാഗം കഴിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ദൈവങ്ങളുണ്ടോ? ആരുമില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയാണ്, സ്വന്തമായി ജീവൻ വെച്ച് ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ഇപ്പം നമ്മൾ പാട്ടൊക്കെ പാടിയല്ലോ, ഒരജത്തെ കാണാനില്ല. 100 ആടുണ്ടായിരുന്നു, അതിൽ ഒരജത്തെ കാണാനില്ല. ആ കാണാതെ പോയ ഒരു അജത്തെ, ഒരു ആടിനെ നോക്കി, അത് ഞാൻ മാത്രമേ ഉള്ളെങ്കിലും ആ 90, നിങ്ങൾ ബാക്കി 99 പേരും ഞാൻ മാത്രമേ തെറ്റിപ്പോയുള്ളെങ്കിലും എന്നെ സ്നേഹിച്ച് കർത്താവ് വന്നു എന്നുള്ളൊരു കാര്യം, ദാറ്റ് ഈസ് യുണീക്ക്. അത് സ്പെഷ്യലാണ്. മരണത്തെ ജയിച്ച വേറെ ആരുമില്ല. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് നമ്മൾ മരണത്തെ പേടിക്കുന്നില്ല. എന്താ മരണത്തെ പേടിക്കാത്തത്? കാരണം മരണത്തെ ജയിച്ച ഒരാളുണ്ട്. ആ ജയിച്ച ഒരാൾ പറയണം, നിത്യജീവൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പം നമ്മൾ സ്പെഷ്യലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് സ്പെഷ്യലാണെങ്കിൽ, കർത്താവ് സ്പെഷ്യലായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ നടത്തുന്നതായിട്ട്. അപ്പോൾ ദ ലോർഡ് ഈസ് യുണീക്ക്. കർത്താവ് യുണീക്കാണ് എന്ന് നമ്മൾ മനസ്സിലാകുന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഏകമാർഗമായി നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, നമ്മളൊരു വലിയൊരു കൂട്ടമാണ്. ആ കൂട്ടത്തിൽ നിന്നും നമ്മൾ ഈശ്വരവിശ്വാസികളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഈശ്വരവിശ്വാസികൾ നമ്മളൊരല്പം മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു അല്പത്തിൽ നിന്ന് കർത്താവ് പറയാണ്, ഇത്രയും മനോഹരമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് യെരമ്യാവിലൊരു വാക്യമുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാവ് ചാപ്റ്റർ 23, 29, 23, 29. യെരമ്യാവ് 23, 29. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തെ, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? ശ്രദ്ധിച്ച് വായിച്ചേ. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റപ്പോഴേ നിങ്ങളുടെ കാലിൽ ഒരു ചുറ്റിക വീണു. എന്തായിരിക്കും ഗതി? എന്തായിരിക്കും ഗതി? Is it going to be easy? Right? Is it going to be easy? No, not at all. Can we sing that song? കുഞ്ഞുങ്ങൾ പാടിയ ആ ഒരു പാട്ട് ഒന്ന് പാടുമോ? Just one like this was. നോക്കി വല്ലിടയൻ ഒരു വാചത്തെ കാണുന്നില്ല, കണക്കു നോക്കി നല്ലിടയൻ ഒരു വാചത്തെ കാണുന്നില്ല. മതി. അപ്പം നമ്മുടെ ഈ ഒരജത്തെ നോക്കി കർത്താവ് വന്നു. കർത്താവ് മാത്രമേ വന്നുള്ളൂ. തൻ്റെ ജീവൻ കൊടുത്ത് കർത്താവ്. അതാണ് പറഞ്ഞത്, കർത്താവിൻ്റെ സുവിശേഷം യുണീക്കാണ് എന്ന് പറയും. അപ്പം ആ യുണീക്കായിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തോട് അടുത്ത് വന്ന് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ വചനം തീ പോലെയും എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഒരു ഫുള്ള് ആഴ്ച നമ്മുടെ മധ്യയിലുണ്ടായിരുന്നു. എപ്പോഴാണ് ഈ വചനം ഇതിൻ്റെ ഒരു ചെറിയ ലെവലിലെങ്കിലും നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചത്? ഞാൻ പറഞ്ഞാൽ, ഒരു ചുറ്റിക നിങ്ങളുടെ കാലേ വീണാൽ, അല്ലെങ്കിൽ അല്പം ഒരു തീ ഒന്ന് നിങ്ങളുടെ കയ്യൊന്ന് പൊള്ളിയാൽ വിവരം അറിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തീ പോലെയുള്ള വചനം എപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് അല്പമെങ്കിലും ഒന്ന് സ്പർശിച്ചത്? പക്ഷേ അത് സ്പർശിച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതിനൊക്കെ ഇമ്മ്യൂണാണ് എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് എനി എഫക്റ്റ് ഇൻ അവർ ലൈഫ് അല്ലേ? പല കാര്യങ്ങളും നമ്മൾ ഇതിനോട് ഇമ്മ്യൂണാണ്. അപ്പം അങ്ങനെ ഇമ്മ്യൂണാകുമ്പം ദൈവത്തിൻ്റെ ഈ പറഞ്ഞ ആ ഒരു എക്സ്പ്രഷൻ നമ്മുടെ ഹൃദയത്തോടും ദൈവം ചോദിക്കുന്നതാണ്, ബി സേവ്ഡ് ഫ്രം ദിസ് ക്രുക്കഡ് ജനറേഷൻ. ഈ വക്രതയുള്ള തലമുറയിൽ അവരോട് ഈ പറഞ്ഞ എക്സ്പ്രഷൻ, അന്ന് കൂടി വന്ന ജനം എല്ലാവരും ഒരു പക്ഷെങ്കിൽ വലിയ കൊലപാതകന്മാരോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വ്യഭിചാരികളോ ഒന്നും ആയിരുന്നില്ല. അവരോട് ആ എക്സ്പ്രഷൻ അവരോട് പറഞ്ഞത് കർത്താവിലുള്ള വിശ്വാസം, ആ നിലയിലുള്ള ഒരു വിശ്വാസം. കർത്താവിനെ ആ നിലയിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിനെ ആ നിലയിൽ മനസ്സിലാക്കുന്നുണ്ടോ?
ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ അടുക്ക് പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കൽ നമ്മൾ ആത്മാർത്ഥമായി അടുത്ത് വരുമ്പോൾ, കർത്താവിൻ്റെ വചനം നമ്മളോട് ഇടപെടുമ്പോൾ ശരിക്കും നമ്മളെ ഉരുക്കും, ചിലപ്പോൾ നമ്മളെ കത്തിക്കും, ചിലപ്പോൾ നമ്മളെ തകർക്കും, അല്ലേ? ചിലപ്പോൾ നമ്മളെ അതുപോലെ തണുപ്പിക്കും, അല്ലേ? ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലേ. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതില്ലാതെ വരുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി ചിലപ്പോൾ ഒരുപക്ഷെ ക്ഷീണിച്ചായിരിക്കും ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നു, പ്രോബ്ലി നമ്മൾ ഒത്തിരി ബിസി ആയിരിക്കും, ആയിക്കോട്ടെ. പക്ഷേ എപ്പോഴെങ്കിലും ഒരാഴ്ചയുടെ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആ നിലയിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസമായി പരിണമിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ചില എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ? ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച് വയ്ക്കാം. രണ്ടാമതായി ഞാൻ ചിലപ്പം ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന ഭാഗത്തിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 2 തിമോത്തി ചാപ്റ്റർ 3, 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 13 വാക്യങ്ങൾ. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 13 onwards. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വന്നു. നീയോ ഇന്നവരോട് പഠിച്ച് എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ബട്ട് ഈവിൽ മെൻ ആൻഡ് ഇമ്പോസ്റ്റേഴ്സ് വിൽ ഗ്രോ വേഴ്സ് ആൻഡ് വേഴ്സ്. ഇത് കൂടി വരത്തേ ഉള്ളൂ, ഇത് കുറയില്ല, ഇത് കൂടി വരത്തേ ഉള്ളൂ. ഈവിൾ ആയിട്ടുള്ള ആൾക്കാർ കൂടത്തേ ഉള്ളൂ. ഇനിയും നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇനിയും അധികം മ്ലേച്ഛമാകുകയുള്ളൂ, ഇനിയും അധികം വക്രത നിറയത്തേ ഉള്ളൂ. അത് സിമ്പിളാകാനായിട്ട് പോകുന്നില്ല. പക്ഷേ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന്, ബട്ട് യു മസ്റ്റ് കണ്ടിന്യൂ ഇൻ ദ തിങ്സ് വിച്ച് യു ഹാവ് ലേൺഡ്. നീ പഠിച്ച കാര്യത്തിൽ യു മസ്റ്റ് കണ്ടിന്യൂ, ബീങ് അഷ്യൂർഡ് ഓഫ് നോയിങ് ഫ്രം ഹും യു ഹാവ് ലേൺ ദം, ദാറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്. നിങ്ങളുടെ 15-ാമത്തെ വാക്യം വേഴ്സ് 15. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അടുത്ത വാക്യം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയാലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. See, the Apostle Paulus വളരെ കൃത്യമായി പറയുകയാണ് that you must continue in the things which you have learned and being assured of knowing from whom you have learned and from the childhood you have known the Holy Scriptures. ചെറുപ്പം മുതൽ എന്തറിഞ്ഞിരിക്കുന്നു? ദൈവത്തിൻ്റെ തിരുവചനം അറിഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഒന്ന് വായിക്കുന്നൊരു കാര്യമല്ല. നമുക്ക് തിരുവചനം എന്ന് പറയുമ്പോൾ the whole Bible we need to know, not only our favorite passages. നമുക്ക് ചിലർക്ക് ഫേവറേറ്റ് പാസേജസ് കാണും. ഫേവറേറ്റ് പാസേജസ് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ അറിഞ്ഞും. അത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ഓൾ സ്ക്രിപ്ചർ ഇസ് ഗിവൻ ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. ദൈവത്താൽ നൽകപ്പെട്ടതാണെന്ന്. 2, ആൻഡ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ. നമ്മളുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സഭ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മളുടെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ കറക്റ്റ് us ഫോർ റിപ്രൂഫ് ആൻഡ് ഫോർ കറക്ഷൻ, ഫോർ ഇൻസ്ട്രക്ഷൻസ്. നീതിയോടെ നടക്കേണ്ടതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ലഭിക്കേണ്ടതിന്, so that the man of God may be complete, thoroughly equipped for every good work. എല്ലാവരും പൂർണ്ണരായി കർത്താവിൻ്റെ ഹിതപ്രകാരമായി തീരേണ്ടതിന് ദൈവവചനം നമ്മളെ അഭ്യസിപ്പിക്കുന്നു. പക്ഷേ ഈ ദൈവവചനം നമ്മളുടെ ജീവിതത്തിൽ ആ നിലയിൽ ഇടപെടുന്നില്ല എങ്കിൽ ഇത് നമുക്ക് ഒരു എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ പലപ്പോഴും മീറ്റിങ്ങിന് വരുന്നത് നമുക്കൊരു ബോറിംഗ് ആയി തീരും. ദൈവവചനം വായിക്കുന്നത് ഒരു ബോറിംഗ് ആയി തീരും. പക്ഷേ അപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും സ്നേഹത്തോടു കൂടെ ഞാൻ എന്നോട് ഇടപെട്ടിട്ടും നിനക്ക് തിരിച്ചുള്ള എന്നോടുള്ള റെസ്പോൺസ് ഇതാണല്ലോ എന്നുള്ള. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പം ഇവിടെ പറയുന്നൊരു ഭാഗം, ഈ വളരെ 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നൊരു 2 കാര്യം. ദൈവവചനത്തിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളുടെ ജീവിതത്തിലാണ്. നമ്മളെ കൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്,
മേളിൽ പറഞ്ഞ കാര്യം, കർത്താവായ യേശു ക്രിസ്തു തന്നെത്താനെ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമായ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്കൊരു മാതൃക കാണിച്ചിരിക്കുന്നത് കൊണ്ട്, therefore my beloved, as you have always obeyed, not only in my presence only, but how much more in my absence, work out your own salvation. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വായിച്ചായിരുന്നോ? രക്ഷയ്ക്കായി വായിച്ചാണ്. അതുകൂടെ വാക്യം വായിച്ചേ. ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ദാറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്, റൈറ്റ്? അപ്പം ആ ഒരു ഭാഗം നമ്മളുടെ ജീവിതത്തിൽ എംഫസിസ് ചെയ്യാതിരിക്കരുത്. നമ്മൾക്കുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം. എന്നാൽ നമ്മൾ മാത്രം ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇത് ബുദ്ധിമുട്ടാണ്, നമുക്ക് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്കിത് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല, കർത്താവ് തന്നെ സഹായിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ തന്നെ കർത്താവിൻ്റെ വഴിയിൽ നടക്കുക എന്നുള്ളൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഐശ്വര്യമായി സഹായിക്കും. And that's why the next verse is written. അടുത്ത വാക്യം ഏതാ എഴുതിയിരിക്കുന്നത്? Let's see the next verse. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. Yeah. It is God who works in you both to will and to do for his good pleasure. അവിടെയാണ് നമുക്ക് പിന്നെയും ഒരു ആശ്വാസമുണ്ട്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരിടത്ത് നമ്മളോട് പറയുന്നു പ്രവർത്തിപ്പീൻ, മറ്റിടത്ത് നമ്മളോട് പറയുന്നു ദൈവമല്ലോ പ്രവർത്തിക്കുന്നത്. ഇതെന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? There is no contradiction. There is a responsibility from God's part. There is a responsibility from our parts. Unfortunately, പലപ്പോഴും നമുക്ക് ആവശ്യം എന്നാണെന്നറിയോ, എല്ലാം ദൈവം ചെയ്തു തരണം എന്നുള്ളതാണ്. We say that I don't have any responsibility, God needs to do everything. It's very easy അല്ലേ? ആരുടെയും മണ്ടക്കോട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് നമുക്ക് എളുപ്പമാണ്. പക്ഷേ so that's what we think. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കാണുന്നതായിട്ടൊരു കാര്യം, the emphasis more goes on one. എന്നാൽ ചില സമയത്ത് ചിലരെ സംബന്ധിച്ചിടത്തോളം emphasis more goes on the first verse. You must do, you must do, you must do. അത് നമ്മളെ കരിച്ചു കളയുന്നൊരു കാര്യമാണ്. ചെയ്യണം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ പറ്റില്ല. സോ ദൈവത്തിൻ്റെ വചനം എപ്പോഴും ബാലൻസ്ഡ് ആണ്. നമ്മൾ രണ്ട് കാര്യം അപ്പോസ്തലൻ പറയാണ്. വൺ സൈഡ് ഇസ് ദർ ആർ സം റെസ്പോൺസിബിലിറ്റീസ് യു മസ്റ്റ് ഡു. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അങ്ങേപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ ബാലൻസ് ചെയ്ത് പറയുകയാണ്, യെസ് ദ ലോർഡ് വിൽ ഡു എവറിത്തിങ് ഫോർ യു. കർത്താവ് നിങ്ങളെ സഹായിക്കും, കർത്താവ് നിങ്ങളെ നടത്തും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഡോണ്ട് ഗോ ഇൻ എ ടാൻജൻ. പലപ്പോഴും ഒരു ടാൻജനിൽ ഞാൻ പലപ്പോഴും, കാരണം നമുക്ക് ആശ്വാസമാണ് ദൈവം തന്നെ എല്ലാം ചെയ്യുക, എല്ലാം ചെയ്തു തീർക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് വാട്ട് അപ്പോസ്റ്റൽസ് പ്രീച്ച്ഡ്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം ബാലൻസ് ആയിരിക്കുന്നത് പോലെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലും ബാലൻസ് ആയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേഴ്സ് 14, ഡു ഓൾ തിങ്സ് വിതൗട്ട് കംപ്ലൈനിങ് ആൻഡ് ഡിസ്പ്യൂട്ടിങ്. അടുത്ത വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും. അപ്പം ഈ വക്രതയുള്ള തലമുറയിൽ നമ്മൾ അനന്യരായി എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഡു ഓൾ തിങ്സ് വിത്തൗട്ട് കംപ്ലൈനിങ് ആൻഡ് ഡിസ്പ്യൂട്ടിങ് സോ ദാറ്റ് യു വിൽ ബിക്കം ലൈറ്റ്സ് ഇൻ ദിസ് ഡാർക്ക്നെസ്. ഈ ഇരുട്ടിൻ്റെ നടുവിൽ നമ്മൾ വെളിച്ചമായി നിൽക്കുവാൻ അപ്പോസ്തലൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടുകൂടി, കംപ്ലൈൻറ്റ് ഇല്ലാതെ, ഡിസ്പ്യൂട്ട് ഇല്ലാതെ ഓരോ കാര്യം ചെയ്യാനായിട്ടാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഒരാഴ്ചകളിൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു ഈ വാർണിംഗ് ലൈറ്റ് പോലെ കത്തണം. ചില കംപ്ലൈൻറ്റുകളൊക്കെ പൊങ്ങി വരുമ്പോൾ വാർണിംഗ് ലൈറ്റ് പോലെ കത്തണം. മനസ്സിലായി, ഇത് സംഭവം, ഇത് ഓഫ് ട്രാക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിന് വേറെ ആരും ഒന്ന് പറഞ്ഞു തരാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. യു ഷുഡ് ബി ഏബിൾ ടു നോ ദാറ്റ് ലോർഡ് ഐ എം നോട്ട് ഓൺ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഐ എം മൂവിങ് അവേ ഫ്രം ഇറ്റ്. അത് നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാവും. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വേഴ്സ് 16, ഹോൾഡിങ് ഫാസ്റ്റ് ദ വേർഡ് ഓഫ് ലൈഫ്. വായിച്ചാട്ടെ. അങ്ങനെ ഞാൻ ഓടിയതും അല്ലല്ല, അതിന്റെ മേളത്തെ ഭാഗമായിരിക്കും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം ആ പാറയെ തകർക്കുന്ന ചുറ്റിക പോലത്തെ ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ തീ പോലെയുള്ള ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളോട് നമ്മൾ ഇടപെടുവാൻ നമ്മൾ അനുവദിക്കാത്ത പക്ഷം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ
ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണ്. പറയുന്നത്, യെസ്, യു മസ്റ്റ് ബി സേവ്ഡ് ഔട്ട് ഓഫ് ദിസ് പേഴ്സൺ. ഹൗ കെൻ യു കീപ് യുവർ സെൽഫ് ലൈക്ക് ദാറ്റ്? കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ, വി നീഡ് ടു ബി അവൈലബിൾ ടു ദ ലോർഡ്. ആൻഡ് ദ ലോർഡ് ഇസ് ഗോയിങ് ടു സ്പീക്ക് ടു അസ്. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. ആ സമയത്ത് കർത്താവെ, ഐ എം അവൈലബിൾ ടു യു. കർത്താവെ, ഞാൻ അനുസരിക്കുവാൻ ഞാൻ റെഡിയാണ്, ഞാൻ മുമ്പോട്ട് പോകാൻ റെഡിയാണ്. എപ്പോഴും റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരനുഭവത്തിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളിൽ സ്റ്റെഫാനോസ് സംസാരിക്കുന്ന സമയത്ത് സ്റ്റെഫാനോസ് ഒടുവിൽ പറയുന്ന ഒരു എക്സ്പ്രഷനുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ ആക്ട്സ് ചാപ്റ്റർ 9, അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാട്ടെ, വേഗം വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം, 7:51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ. അപ്പോൾ അവരോട് പറയുന്നത്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്? അവരാരും മോശക്കാരൊന്നും ആയിട്ടല്ല, വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ റിലീജിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് മറുത്ത് നിൽക്കുന്നു, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മറുത്ത് നിൽക്കുന്നു. സോ allow the Holy Spirit to speak to you. ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഹൃദയത്തോട് സംസാരിക്കാനായിട്ട് let us allow the Lord to do that. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, 1 Peter chapter 2 verse 11. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ, ഈ രണ്ട് വേർഡുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പ്രവാസികളും പരദേശികളും. നമുക്ക് പ്രവാസി എന്നുള്ള വാക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം, നമ്മളിവിടെ ആയിരിക്കുന്ന ഒരു പ്രവാസിയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ആരും സ്ഥിരം. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ ആരാണ്? പ്രവാസികളും പരദേശികളും. അപ്പോൾ ഈ ലോകത്തിലെ ഓരോ കാര്യത്തിനും വേണ്ടി നമ്മുടെ ജീവിതത്തിലെ 99% of the time only for this verse, only for this world, and then 1% is for the time for the future എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാണ് എന്തോ സംതിങ് ഇസ് റോങ് അല്ലേ? നമ്മുടെ ആ ബാലൻസ് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട വലിയ കാര്യമാണ്. നമ്മൾ എവിടെയാണ് എംഫസിസ് ചെയ്യുന്നത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? I'm not talking about money investment. I'm talking about your time. I'm talking your efforts. I'm talking about what the Lord has given us. ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൽ പ്രവാസികളും പരദേശികളുമാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. നമ്മളിവിടെ ആരും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അങ്ങ് നിലനിൽക്കുന്ന ഒന്നും പണിയാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിവിടെ പ്രവാസികളാണ് അല്ലേ? ലോകത്തിലെ പ്രവാസികളാണെങ്കിലോ വൺ ഡേ വി വിൽ ബി വിത്ത് ദ ലോർഡ് അല്ലേ? കർത്താവിൻ്റെ കൂടെ നമുക്കായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പം അതാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത്. അപ്പം ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ടു സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന്. ദൈവമക്കളാണ് എന്ന് നമ്മൾ വാഗുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മളുടെ നടപ്പ് നന്നായിരിക്കണം. പരദേശികളാണ്, പ്രവാസികളാണ് ഈ ലോകത്തിൽ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മധ്യത്തിൽ നമുക്കറിയാം, നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചല്ലേ നമ്മൾ മുമ്പോട്ട് പോവുക. എന്തുകൊണ്ടാണ്? അവിടെ ചെന്നൊരു പ്രശ്നത്തിന് നമ്മൾ കൂടാറില്ല. കാരണം നമ്മുടെ നാടല്ല എന്നുള്ള നമ്മൾ പറയും. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നത് പ്രവാസികളാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ ആരായിരിക്കണം? വെളിച്ചമായി നമ്മുടെ നല്ല നടപ്പ് കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരണമെന്ന് പുസ്തകം പറയുന്നു. എന്നാൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ ഇഫ് യു റീഡ് വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റെഖബൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തെ കാണാം. അവരുടെ അടുക്കൽ പ്രവാചകൻ വന്ന് പറയുകയാണ്. ദൈവം തന്നെ പറഞ്ഞാണ് യെരമ്യാ പ്രവാചകനോട് പറഞ്ഞത്, നീ ഇവരെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോകണം? ആലയത്തിൻ്റെ ആ സൈഡിൽ ഒരു റൂമുണ്ട്, നീ അവിടെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് നീ അവരോട് എന്ത് ചെയ്യണം? അവർക്കെല്ലാം നീ വീഞ്ഞു കൊടുക്കണം. ഏത് പ്രവാചകൻ ഈ കാലത്തിൽ അത് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ ആ പ്രവാചകനോട് ദൈവം പറയാണ്, നീ യഹോവയുടെ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ആ സൈഡിലെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇവർക്കെല്ലാം നീ ഇവരെ കൂട്ടി വരുത്തിയേച്ച് ഇവർക്ക് വീഞ്ഞു കൊടുക്കണം. വീഞ്ഞു കൊടുക്കുമ്പോൾ അവർ കുടിക്കുമോ ഇല്ലയോ നോക്കാം.
വായിച്ചാട്ടെ 35 അധ്യായം 4 വാക്യം. വേഗം വായിച്ചാട്ടെ. യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിൻ്റെ മകനായ വാതിൽ കാവൽക്കാരനായ മയേസ്യാവിൻ്റെ മുറിക്ക് മീതെ ഇഗ്ദല്യാവിൻ്റെ മകനും ദൈവപുരുഷനുമായ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ രേഖാബഗ്രഹയുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച് കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. രേഖാബാവിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാ ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്. മനസ്സിലായിക്കോണം, ഒരു കൂട്ടത്തിൻ്റെ അടുക്കൽ പ്രവാചകനാണ് പറഞ്ഞത് വീഞ്ഞു കുടിച്ചോളാൻ. ഇവർ കുടിച്ചോ? കുടിച്ചില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവരുടെ പിതാവ് പറഞ്ഞു കുടിക്കരുത്. ഈ പിതാവിനൊരു ക്വാളിറ്റി ഉണ്ട്. ഈ പിതാവ് ആരായിരുന്നു? നിങ്ങൾ 2 രാജാക്കന്മാർ ചെന്ന് വീട്ടിൽ ചെന്ന് നോക്കി വായിച്ചാൽ മതി. 2 രാജാക്കന്മാർ 10-ാം അധ്യായം എടുത്ത് വായിച്ചാൽ അറിയാം. യേഹൂവിൻ്റെ കൂടെ നിന്ന് ആഹാബിനെയും കൂട്ടരെയും ബാലിൻ്റെ എല്ലാ ഭൃത്യന്മാരെയും നശിപ്പിക്കുവാൻ എലിയാവ് ചെയ്തതുപോലെ കൂടെ നിന്ന ഒരപ്പനാണ് പറഞ്ഞു കൊടുത്തത്, മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീഞ്ഞിന് അടിമകളാകരുതെന്ന്. എന്നാൽ യെരുശലേമിൽ അവർക്ക് അന്ന് വീഞ്ഞ് കുടിക്കുന്ന അവരുടെ സിസ്റ്റം ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ കുടിക്കാമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യോഹന്നാനോട് മാത്രമാണ് യോഹന്നാനെക്കുറിച്ച് പറഞ്ഞത് അവൻ വീഞ്ഞ് കുടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത്, അല്ലേ? പക്ഷേ ബാക്കി എല്ലാവരും സാധാരണക്കാരെല്ലാവരും കുടിക്കുമായിരുന്നു. പക്ഷേ ഇവരോട് അപ്പം പറഞ്ഞു കുടിക്കരുത് എന്ന് പറഞ്ഞു. അവരാ കാര്യം അതുപോലെ തന്നെ സൂക്ഷിച്ചു. അത് യെരുശലേം ദേവാലയത്തിൽ അങ്ങനെ ചെയ്യാൻ എന്നുള്ളത് ഇസ്രായേൽ യഹൂദയിലെ അവർക്കൊരു മെസ്സേജാണ് ശരിക്കും പ്രവാചകനിൽ കൂടി കൊടുത്തത്. പക്ഷേ ആ ഒരു എക്സാമ്പിൾ കഴിഞ്ഞതിന് ശേഷം യെരമ്യാവിൽ കൂടെ ദൈവം ഈ ജനത്തോട് ഇവരോട് പറയുന്നൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 18-ാമത്തെ വാക്യം, വേഴ്സ് 18 and 19, 18-19. പിന്നെ യിരെമ്യാവ് രേഖാബ്യഗ്രഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തുകൊണ്ട് എൻ്റെ മുമ്പാകെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിൻ്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോമിസ് ആർക്ക് വേണ്ടി നമ്മൾ കണ്ടിട്ടുള്ളൂ? ദാവീദിന് ഇതുപോലൊരു പ്രോമിസ് കൊടുത്തായിട്ട് നമുക്കറിയാം, അല്ലേ? അതേപോലെ ഇവിടെ പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരാളെ എപ്പോഴും എൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ നിൻ്റെ കുടുംബത്തിൽ നിന്നെല്ലാം കാണും. Says, there will be somebody, Jonadab the son of Rechab shall not lack a man to stand before me forever. എക്കാലവും നമ്മുടെ തലമുറകളിൽ ഒരാൾ ദൈവത്തിൻ്റെ ആലയത്തിൽ കാണും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണും എന്ന് പറഞ്ഞ ഒരു പ്രോമിസ് ആ തലമുറയെക്കുറിച്ച് കൊടുക്കുക. എന്തുകൊണ്ടാണ്? അവരുടെ അപ്പൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു, അതും പ്രകാരം നടന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം, കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തോട് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും, ഒരുപക്ഷെങ്കിൽ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ അവിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ വിപത്ത് വലുതാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം, കർത്താവേ, ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിശ്വസിക്കുന്ന കൂട്ടക്കാരാണ്. ലെറ്റ് us കണ്ടിന്യൂ ടു ബിലീവ് ഗോഡ്സ് വേർഡ്. കർത്താവെ, അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണം. സോ ദാറ്റ് ഐ ആം സെൻസിറ്റീവ് ടു യു. എങ്ങനെ ഒരു അപ്പൻ്റെ ചെറിയൊരു കൽപ്പനയാണ്, വീഞ്ഞു കുടിക്കരുത്, ചെറിയൊരു കൽപ്പനയാണ്. പക്ഷേ ആ ഒരു കൽപ്പന എങ്ങനെ ആ കൂട്ടം ജനം ആദരിച്ചുവോ, അതുപോലെ ദൈവകൽപ്പനകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ വാല്യുബിളായി തീരുമ്പോൾ, ഷാവിലൊക്കെ പറയുന്നുണ്ട്, ദോസ് ഹു ഫിയർ അറ്റ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്നവരെന്നൊക്കെ പറയുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിന് ഇടമുള്ള ഒരു വ്യക്തി ജീവിതങ്ങളായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കട്ടെ.